കഴിഞ്ഞ 47 ദിവസമായിട്ട് നമ്മുടെ ഡൽഹിയിലെ ജന്തർ മന്ദറിന് മുമ്പിൽ നടക്കുന്ന സമരത്തെ പറ്റിയിട്ട് ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ചില തന്തയില്ലാത്ത ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ചില ആളുകൾ കേട്ടോ, എല്ലാവരും ഞാൻ മെൻഷൻ ചെയ്യില്ല. ചില ആളുകൾ അവിടെ പോയിട്ട് റീൽ എടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഫോട്ടോസും റീലൊക്കെ എടുത്തിട്ട് അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. ഈ സമരം എന്തിനു വേണ്ടിയിട്ടാണെന്ന് കുറെ ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ അറിയാം. അതായത് MBBSും BDSനൊക്കെ പ്രവേശന പരീക്ഷ 2024 നീറ്റ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ എക്സാമിലെ ചോദ്യ പേപ്പർ ലീക്കായി. ആ എക്സാമിൽ ഏകദേശം 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കേസ് അന്വേഷിക്കുകയും അതിനുശേഷം കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം 2026 ഈ വർഷം നീറ്റ് എക്സാമിന്റെ പേപ്പറിന്റെ ഒരു ഗസ് പേപ്പർ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗസ് പേപ്പറും നമ്മുടെ എക്സാമിൽ വന്നിട്ടുള്ള പേപ്പറും തമ്മിൽ വലിയ സാമ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ എക്സാം റദ്ദാക്കി. ഈ എക്സാം റദ്ദാക്കിയതിനു ശേഷം ഏകദേശം 13ഓളം സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്തു. ഇത് ഇന്ത്യ എക്സ്പ്രസിലും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പേപ്പറിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ വന്നുള്ള അനുസരിച്ചിട്ടാണ്. ഇതിന് കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള പറയുന്നുണ്ട്. ഈ നീറ്റ് എക്സാം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. 10-14 മണിക്കൂർ ഒറ്റ ഇരുന്ന് പഠിച്ച് റിപ്പീറ്റായിട്ട് എഴുതിയിട്ടാണ് കുട്ടികൾ ഇതിൽ പാസ്സാവുന്നത്. ഇനി സോനം വാഞ്ചുക്കാരാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ 3 Idiots സിനിമ ഉണ്ടായിരിക്കും അമീർഖാന്റെ. ആ അമീർഖാന്റെ ക്യാരക്ടർ ഇൻസ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു പുള്ളിയാണ് ഈ പുള്ളി. സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുള്ള വ്യക്തിയാണ്. ആളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ വല്ലാത്ത ലെങ്തിലേക്ക് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞുതരാം. അങ്ങനെ സോനം വാഞ്ചിക്ക് നിരാഹാരം കിടക്കാനായിട്ട് തുടങ്ങി. ശേഷം CJP അഥവാ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആള് സമരം ചെയ്യുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഈ നിരാഹാരത്തിന്റെയും സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെ ഒക്കെ മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ നീറ്റ് എക്സാമിൽ വന്നുള്ള ക്രമക്കേടുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഏറ്റെടുക്കുക. അതുപോലെ കേന്ദ്ര എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തിട്ട് രാജിവെക്കുക. അതുപോലെ കഴിഞ്ഞ നീറ്റ് എക്സാം റദ്ദാക്കിയതിന്റെ പേരിൽ ഏകദേശം 13ഓളം സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരെ കുടുംബത്തിന് നീതിയും സഹായവും ചെയ്യുക. സമരം ഇത്രയും വിജയിപ്പിച്ചത് കോക്രോച്ച് ജനതാ പാർട്ടിയാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി അങ്ങനെ ഉണ്ടായത് മുമ്പ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ യുവജനങ്ങൾ കോക്രോച്ചിനെ പോലെയാണ്. ഇതിനുശേഷമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുള്ള കമ്മ്യൂണിറ്റി ഉണ്ടായതും ഇത്രയധികം സപ്പോർട്ടും ഈ സമരത്തിന് കിട്ടിയത്. 47 ദിവസത്തെ സമരത്തിന് ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ വന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ സമരത്തിനെ ബേസ് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്, കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. ഈ സമരം നടക്കുന്നത് രാജ്യത്തിനെതിരായിട്ടല്ല, പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരായിട്ടല്ല, മതവൽക്കരിച്ചിട്ടല്ല. ഇത് നടക്കുന്നത് അവിടുത്തെ യൂത്ത് അവിടുത്തെ സിസ്റ്റത്തിനെതിരായിട്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മാത്രം പ്രൊട്ടസ്റ്റ് ചെയ്യാട്ടോ. ഞാൻ എന്തായാലും ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ വരട്ടെ.